അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? സുഖത്തിനും സന്തോഷത്തിനും പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം സ്നേഹിക്കാൻ, ഇഷ്ടം വെക്കാൻ, ഹുബ്ബ് വെക്കാൻ, ഇഷ്ക് വെക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡിഫറൻറ്റ് സ്വലാത്താണ്, ഒരു വെറൈറ്റി സ്വലാത്താണ്, ഒരു വ്യത്യസ്ത സ്വലാത്താണ്. ഫലങ്ങൾ കൊണ്ടാണെങ്കിലും വേർഡ്സുകൾ കൊണ്ടാണെങ്കിലും ഗുണങ്ങൾ കൊണ്ടാണെങ്കിലും അനുഭവങ്ങൾ കൊണ്ടാണെങ്കിലും എല്ലാ നിലക്കും ഈ ഒരു സ്വലാത്ത് ഡിഫറൻ്റാണ്, വളരെ വ്യത്യസ്തത ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ്. വളരെ കുഞ്ഞു സ്വലാത്താണ്. മേ ബി ഈ ഒരു സ്വലാത്ത് നിങ്ങൾ വേറെ പല ഉസ്താദുമാരും അല്ലെങ്കിൽ വേറെ പല കിതാബുകളിൽ അല്ലെങ്കിൽ സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഫലങ്ങൾ ഈ സ്വലാത്തിനുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനുണ്ടാവില്ല. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഫലമാണ്, ഇൻഷാ അല്ലാഹ് ഗുണമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഷെയ്ഖ് സ്വാബി റളിയല്ലാഹു അൻഹും അതുപോലെ മറ്റു മഹാന്മാരൊക്കെ ഇമാം സുയൂത്തി റളിയല്ലാഹുവിനെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. നമ്മളീ പറയാൻ പോകുന്ന മഹാനായ സുയൂത്തി റളിയല്ലാഹു പറയാണ്, നമ്മളീ പറയാൻ പോകുന്ന സ്വലാത്ത് ഒരാൾ നിത്യമായി എല്ലാ വെള്ളിയാഴ്ച രാവിലും ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹം മരണമടയുമ്പോൾ, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യിദ് ഖബറിൽ ഇറക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കുമെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ഒരു സ്വലാത്തിൻ്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഷെയ്ഖ് സ്വാവിയും അതുപോലെ മറ്റു മഹാന്മാരൊക്കെ പറയാ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യിദ് ഖബറിലേക്ക് വെക്കുന്നത് അള്ളാൻ്റെ ഹബീബി. അപ്പോൾ എന്താക്കാറല്ലേ ഈ ഒരു സ്വലാത്തിൻ്റെ ഒക്കെ പവർ. ഈ ഒരു വിഷയം മറ്റും പല മഹാന്മാർ പറയുന്നുണ്ട്. ഷെയ്ഖ് അഹമ്മദ് ദഹ്ലാൻ എന്നവർ അവരുടെ ഗ്രന്ഥത്തിൽ കൂടുതൽ വിശദമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലും ചൊല്ലിയാൽ മരണസമയത്തും ഖബറിൽ പ്രവേശിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുകയും അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ഖബറിൽ ഇറക്കി വെക്കുന്നതുമാണ് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. ഈ ഒരു വിഷയം മഹാനവറുകളുടെ അനുഭവമായിട്ടാണ് മഹാനായ ഷെയ്ഖ് അഹമ്മദ് ദഹ്ലാൻ എന്നവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണെങ്കിലും ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സ്വലാത്ത് അതേതാണെന്നല്ലേ നിങ്ങളെ ക്യൂരിയോസിറ്റി. ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതാണ് സ്വലാത്ത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളെ പ്രത്യേക ദുആകളിൽ എല്ലാ സത്യവിശ്വാസികളെയും അതുപോലെ തന്നെ ഈ വിനീതനായ പാപിയായ എന്നെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് വ്യത്യസ്ത വീഡിയോകൾ ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.